ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഷേഖ് ഹസീന ഈസ് ഷി എ ഡിക്റ്റേറ്റർ? ഷേഖ് ഹസീന ഒരു ഏകാധിപതിയാണോ? ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാദമാണിത്, എക്സ്പെഷ്യലി ഇൻ ദ വെസ്റ്റേൺ മീഡിയ. ഇതിന്റെ മെറിറ്റ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ എന്താണ് കണ്ടത്? 90കൾ തൊട്ട് ബംഗ്ലാദേശ് ഒരു ഡെമോക്രസി ആയി, എലക്ഷൻ നടക്കുന്നു, പാർട്ടികൾ മാറി മാറി വരുന്നു. ഏതൊക്കെ പാർട്ടികളാണ് മാറി മാറി ഭരിക്കുന്നത്? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അണ്ടർ ഖാലിദ സിയ, അതുപോലെ തന്നെ ആവാമി ലീഗ് അണ്ടർ ഷേഖ് ഹസീന. അപ്പൊ ഇവര് മാറി മാറി ഭരിക്കുന്നു. 2006 എന്ത് സംഭവിക്കുന്നു? ഒരു ചെറിയ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു അവസ്ഥ വരുന്നു. ആ സമയത്ത് ഈ രണ്ട് സ്ത്രീകളും അല്ലെങ്കിൽ രണ്ട് വുമൺ ദേ ആർ വർക്കിംഗ് ടുഗദർ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. 2008 ശേഷം എന്ത് സംഭവിക്കുന്നു? 2008 ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ സ്ലൈഡിലും കാണിച്ചതാണ്. ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിക്കുകയാണ്. 2008 ശേഷം നിങ്ങൾ കാണുന്നത് 2008, 2014, 18, 24 4 ടേംസ് അടുപ്പിച്ച് ആര് ഭരിക്കുന്നു? ഷേഖ് ഹസീന ഭരിക്കുന്നു. അപ്പൊ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ 4 ഭരണം അടുപ്പിച്ച് കിട്ടിയാൽ അതിന് 2 എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഒന്നുകിൽ ആ വ്യക്തി, ആ പാർട്ടി അത്രത്തോളം പോപ്പുലർ ആയിരിക്കണം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? ദാറ്റ് പേഴ്സൺ ഓർ പാർട്ടി ഈസ് ഫോളോയിങ് എ ഡിക്റ്റേറ്റർഷിപ്പ്. അവര് ഏകാധിപത്യമുള്ള ഒരു പാർട്ടി ആയിരിക്കണം, ഒരു വ്യക്തി ആയിരിക്കണം. ഈ 2 സിനാരിയോയിലെ ഒരു പാർട്ടിക്ക് 4 പ്രാവശ്യം തുടർന്ന് ഭരിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെറിറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ 2008 to 24 4 ടേം അടുപ്പിച്ച് കിട്ടുന്നു ഷേഖ് ഹസീന. ഇതിന്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ബംഗ്ലാദേശിൽ നടന്ന ഒരു ഇവന്റ് ആണ് ബംഗ്ലാദേശ് റൈഫിൾസ് റിവോൾട്ട്. അവരുടെ തന്നെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് റിവോൾട്ട് ചെയ്യാണ്. ഈ ഒരു ന്യൂസ് കട്ടിങ് നിങ്ങൾ നോക്കിക്കേ. ഹൗ ഇന്ത്യൻ ഗവൺമെന്റ് ഹെൽപ് ഷേഖ് ഹസീന സപ്രസ് ദ 2009 റിബല്യൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഷേഖ് ഹസീന ബംഗ്ലാദേശിൽ ഒരു പ്രശ്നം നേരിടുന്നു, സഹായിക്കാൻ ആരാ പോകുന്നത്? ഇന്ത്യയാണ് പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, പലർക്കും ഇത് ഇഷ്ടപ്പെടില്ല. കാരണം ഇത് എന്റെ രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്റർ ആണ്. ഒരു ബാഹ്യ ശക്തി, അത് ഇന്ത്യ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇതിൽ ഇടപെടുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇത് ഷേഖ് ഹസീനയുടെ ഇമേജിന് ചെറിയൊരു കോട്ടം സംഭവിക്കാൻ കാരണമായി. ഓക്കെ, ഹെർ ഇമേജ് ഗെറ്റ്സ് ടാർണിഷ്ഡ് ലിറ്റിൽ ബിറ്റ്. ഒരു വിഭാഗത്തിനെങ്കിലും ഇത് താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇനി സംഭവിക്കുന്ന അടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, ഷേഖ് ഹസീന ഒരു ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഒരു കോടതി ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തവരെ ട്രൈ ചെയ്യാൻ വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിക്കണം, 1971 കഴിഞ്ഞിട്ട് 38 വർഷം കഴിഞ്ഞൊരു ട്രൈബ്യൂണൽ സ്ഥാപിക്കുകയാണ് 2009. പലരും പറയുന്നത് ഇതൊരു വിൻഡിക്റ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗ്യമാണ്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കി, ഇതിൽ പല ആൾക്കാർക്കും 60, 70, 80 വയസ്സുണ്ട്. ഈ 38 വർഷം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി? അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് 38 വർഷം കഴിഞ്ഞ് നിങ്ങളെ ഞങ്ങൾ വിചാരണ ചെയ്യാൻ പോവാണ്. പലരെയും കോടതി എന്ത് ചെയ്തു? മരണശിക്ഷയ്ക്ക് വിധിച്ചു. പലരെയും ലൈഫ് ഇംപ്രിസൺമെന്റിന് വിധിച്ചു. അപ്പൊ ഇതിനെതിരെയും പലരും എന്ത് ചെയ്തു? ശബ്ദിക്കുകയുണ്ടായി. പലരും ഇതിനെ എതിർക്കുകയുണ്ടായി. ഷേഖ് ഹസീനയുടെ എതിരെ ഇവിടെ ഒരു പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയും വന്നു. കാരണം ദിസ് ഇസ് സീൻ ആസ് വിൻഡിക്റ്റീവ് പൊളിറ്റിക്സ്. പ്രതികാരത്തിന്റെ രാഷ്ട്രീയമായിട്ട് പലരും ഇതിനെ കണ്ടു. കാരണം എന്താ? 38 വർഷം കഴിഞ്ഞ ഒരു ട്രയൽ നടക്കുന്നു. പിന്നെ ഇതിനകത്ത് ട്രൈ ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗം ആരായിരിക്കും? സ്റ്റുഡൻസ്. ഒന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിൽ പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ പെട്ടവരായിരിക്കും. അപ്പൊ ഒപ്പോണൻസിനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് ഇതെന്ന് പലരും കരുതുന്നു. അതിൽ മെറിറ്റ് ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനും പറ്റും. ഇനിയും അടുത്ത ഒരു കാര്യം ഷേഖ് ഹസീന ചെയ്യുന്നുണ്ട് 2011. ഇത് നമ്മൾ ഒരു ന്യൂട്രൽ അനാലിസിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഡിക്റ്ററ്റോറിയൽ. ഒരു ഏകാധിപത്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഷേഖ് ഹസീന ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിന്റെ ഇലക്ഷൻ സിസ്റ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ ഒരു ഗവൺമെന്റിന്റെ ഭരണകാലാവധി കഴിഞ്ഞ് അവർ പുറത്തോട്ട് പോകും. ഇടയ്ക്ക് ഇലക്ഷൻ നടക്കണമല്ലോ. ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവരൊരു കെയർ ടേക്കർ ടെമ്പററി ഗവൺമെന്റിനെ സ്ഥാപിക്കും. അപ്പൊ എന്റെ ഗവൺമെന്റ് ഭരിക്കുന്നു, ഞാൻ പുറത്തോട്ട് പോകുന്നു. ഇലക്ഷൻ നടത്തുന്നത് എന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കില്ല, ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഇന്ററിം അല്ലെങ്കിൽ കെയർ ടേക്കർ ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും.
ഇതൊരു പ്രോപ്പർ പ്രോസസ് ആയിരുന്നു. പക്ഷെ ഷേഖ് ഹസീന 2011 15ാമത്തെ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു, ഈ സിസ്റ്റത്തെ എടുത്തു കളയുന്നു. അപ്പൊ ഇനി തൊട്ട് എന്ത് വരും? എന്റെ പാർട്ടി ഭരിക്കുന്നു, അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ പാർട്ടിയുടെ മേൽനോട്ടത്തിൽ തന്നെ. അപ്പൊ ആ ഇലക്ഷൻ ഫെയർ ആവാതിരിക്കാനുള്ള സാധ്യതകളില്ലേ സ്റ്റുഡൻസ്? നേരത്തെ എങ്ങനെയായിരുന്നു? ഒരു പാർട്ടി ഭരിക്കുന്നു, ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ഇന്ററിം കെയർ ടേക്കർ ഗവൺമെന്റ് വരുന്നു, ആ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണ് ഇലക്ഷൻ. പക്ഷെ ഷെയ്ഖ് ഹസീന 2011 ഇത് അബോളിഷ് ചെയ്യുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഭരിക്കുന്നു, കാലാവധി കഴിയുന്നു, അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നു, ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഇലക്ഷൻ ഓവർസീ ചെയ്യുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ അണ്ടറിൽ തന്നെ. സോ ദിസ് ഇസ് എവിഡൻഷ്യലി എ ഡിക്റ്ററ്റോറിയൽ ടെൻഡൻസി. നമ്മൾ ന്യൂട്രൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ 2009 റൈഫിൾ റിവോൾട്ടിൽ ഇന്ത്യയുടെ ഇടപെടൽ, പിന്നെ 2009 ഉള്ള ട്രിബ്യൂണലിന്റെ ട്രയല്, അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ്. അപ്പൊ ഇതെല്ലാം ഹസീനയെ ഒരു ഏകാധിപതിയായിട്ട് മുദ്ര കുത്താൻ കാരണങ്ങളായി. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി ബംഗ്ലാദേശിന്റെ ഇലക്ഷനുകൾ നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞു ഷെയ്ഖ് ഹസീന ഏകദേശം ഒരു 4 ടേം അടുപ്പിച്ച് ഭരിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 2008, 2014, 2018, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024. നിങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷം നോക്കിക്കേ. 48%-ൽ നിന്ന് 72%, പിന്നെ 74%. ഇങ്ങനെയാണ് ഇവരുടെ പ്രോഗ്രസ് പോകുന്നത്. അത് മാത്രമല്ല BNP കിട്ടിയ വോട്ട് കുറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പൊ 2008 ഇലക്ഷനെതിരെ പരാതികൾ വലുതായിട്ട് ഉയർന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. 2014 ഇലക്ഷനെതിരെ വളരെയധികം പരാതികൾ ഉണ്ടായി. ആ ഇലക്ഷൻ BNPയും അതിന്റെ സഖ്യകക്ഷികളും എന്ത് ചെയ്യുകയാണ് ഉണ്ടായത്? ബോയ്ക്കോട്ട് ചെയ്തു. അവരെ ഇലക്ഷൻ ശരിയല്ല, റിഗ്ഡ് ആണെന്ന് പറഞ്ഞ് അവരെ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തു. 2008 ഇലക്ഷൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2014 ഇലക്ഷൻ BNP സഹിതമുള്ള പാർട്ടികൾ ബോയ്ക്കോട്ട് ചെയ്തു. ഇനി 2018 അടുത്ത ഇലക്ഷൻ നടക്കുക. ഇതിന്റെ ഇടയ്ക്ക് നടന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ 2018 ഒത്തിരി കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയാണ് BNPയുടെ എതിരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ എതിരെയും. എസ്പെഷ്യലി ഖാലിദ സിയയ്ക്കും കുടുംബത്തിനും എതിരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ മെയിൻ ലീഡേഴ്സിനെതിരെയും എല്ലാം കേസുകൾ വരുന്നുണ്ട്. അതിൽ ഒരു ഫേമസ് കേസാണ് സിയ ചാരിറ്റി കേസ്, അല്ലെങ്കിൽ സിയ ഓർഫനേജ് കേസ്. ഇതിനകത്ത് ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഖാലിദ സിയയെ പിടിച്ച് അകത്തിടുകയാണ്. ഖാലിദ സിയ ഇസ് ജയിൽ. അപ്പൊ മെയിൻ ഒപ്പോണന്റ് ജയിലിലാണ്. BNP പാർട്ടിയിലെ മെയിൻ ആൾക്കാരുടെ എതിരെയൊക്കെ ഒത്തിരി കേസുകളുണ്ട്, അവരും ജയിലിലാണ്. ഈ ഇലക്ഷനിൽ BNP പങ്കെടുക്കുന്നു, പക്ഷെ വളരെ ചുരുക്കം വോട്ടുകളെ അവർക്ക് കിട്ടുന്നു. അപ്പൊ 2008 ഇലക്ഷൻ വലിയ കുഴപ്പമില്ല. 2014 ഇലക്ഷൻ റിഗ്ഡ് ആണെന്ന് പറഞ്ഞ് ഓപ്പോസിഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നു. 2018 ഓപ്പോസിഷൻ മൊത്തം ജയിലിലാകുന്നു. ഇലക്ഷനകത്ത് BNPക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ഇൻഫോഗ്രാഫിക് ഞാൻ തന്നിട്ടുണ്ട്. ഈ 4 ടേം വെച്ച് നോക്കുമ്പോൾ ഷെയ്ഖ് ഹസീന ഇസ് വേൾഡ്സ് ലോങ്സ്റ്റ് സർവിംഗ് വുമൺ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമയം അടുപ്പിച്ച് ഭരിക്കുന്ന ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയ വുമൺ ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. അപ്പൊ നമ്മളൊരു ന്യൂട്രൽ അനാലിസിസ് ആണ് നടക്കുന്നത്. ഖാലിദ സിയ ഞാൻ പറഞ്ഞു 2018 അവരെ ജയിൽ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഓപ്പോസിഷൻ എല്ലാം ജയിലിലാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഡിക്റ്ററ്റോറിയൽ ടെൻഡൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് വുഡ് ബി റോങ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഇന്ത്യ ഷെയ്ഖ് ഹസീന ആൻഡ് അവാമി ലീഗ് ഇസ് ഗുഡ്. ഫോർ ഇന്ത്യ ഖാലിദ സിയ ആൻഡ് BNP ഇസ് നോട്ട് ഗുഡ്. അത് ശരിയാണ്. നമ്മൾ 2 കാര്യം നോക്കി. ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീനയാണ് നല്ലത്. ഷെയ്ഖ് ഹസീന ഡിക്റ്റേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ പല ഡിക്റ്ററ്റോറിയൽ ടെൻഡൻസികളും നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇന്റർനാഷണൽ മീഡിയ ആയിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, പലപ്പോഴും ഇതിനെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 2014 ഞാൻ പറഞ്ഞതുപോലെ ഓപ്പോസിഷൻ ബോയ്ക്കോട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇതിനെ എതിർത്തു. വൈഡ് സ്പ്രെഡ് വയലൻസ് നടന്നു എന്നാ പറയുന്നത്. അതായത് ആവാമി ലീഗിലുള്ളവർ ബാക്കി പാർട്ടിക്കാരെ അടിച്ചൊതുക്കി. ഓക്കെ, ദേ യൂസ്ഡ് ഫോഴ്സ്. 2018 ഷെയ്ഖ് ഹസീന ഇത് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഭൂരിപക്ഷം ഓപ്പോസിഷൻ പാർട്ടിയും ജയിലിലാണ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഇതിനെതിരെ ശബ്ദിച്ചു. 2024 ലേറ്റസ്റ്റ് ഇലക്ഷനും റിഗ്ഡ് ആണെന്ന് പറഞ്ഞ് ഓപ്പോസിഷൻ പങ്കെടുത്തില്ല. ഓക്കെ, ഏകദേശം 20,000 ഓപ്പോസിഷൻ പാർട്ടിയിലുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി USA ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കണം. ബംഗ്ലാദേശ് ഇലക്ഷൻ കമ്മീഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ വിസ വരെ ക്യാൻസൽ ചെയ്യുമെന്ന് ആര് പറഞ്ഞു? USA പറയുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ഷൻ റിഗ്ഡ് ആണെന്നുള്ളത് ഈ വെസ്റ്റേൺ മീഡിയ വളരെയധികം കവർ ചെയ്തു. ഓക്കെ, ഇതിൽ സത്യമുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കും. ഓക്കെ, പിന്നെ 300 ഫോറിൻ ഒബ്സർവേഴ്സ് ആൻഡ് ജേർണലിസ്റ്റ് അവരും ഇത് മോണിറ്റർ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായിട്ട് മുമ്പോട്ട് വരും.
സോ ഇറ്റ് സീംസ് ദാറ്റ് സംതിങ് ഈസ് റോങ്. ഓക്കെ, ക്ലിയർ? ഇനി ഈ ഇലക്ഷനിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ബംഗ്ലാദേശിൽ ഒരു കോട്ട സിസ്റ്റം ഉണ്ട്, നമ്മൾ ഇനി പഠിക്കും. പറയപ്പെടുന്ന ഒരു അലിഗേഷൻ ആണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കോട്ട കൊടുക്കുന്നത് ആവാമി ലീഗിലുള്ളവർക്ക് മാത്രമാണ്. പണ്ട് നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു മലയാളം പടങ്ങളാണ്, അതിനകത്ത് കൈതേരി സഹദേവന്റെ ഒരു ഡയലോഗ് ഉണ്ട്, പാർട്ടിയുടെ പാവങ്ങളെ മാത്രമേ ഞാൻ പാവമായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ ഇതെന്താണ്? ആവാമി ലീഗിലുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഞാൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് കാണുന്നു. അപ്പൊ പറയുന്നത് ഏകദേശം 2,50,000 ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ്സ് പലതും ഫോർജ്ഡ് ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പം ഇവിടെ ബ്രൈബറിയും കറപ്ഷനും എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി വേറൊരു ഒരു ഫിനോമിന ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എലക്ഷൻ നടക്കുന്നു, ഓപ്പോസിഷൻ പാർട്ടി പങ്കെടുക്കുന്നില്ല. പിന്നെ പങ്കെടുക്കുന്നത് കുറെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് ആണ്. അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ഷെയ്ഖ് ഹസീനയുടെ തന്നെ ഒരു ബി ടീമാണ് അല്ലെങ്കിൽ ഒരു പ്രോക്സി ആണെന്ന് പറയുന്നത്. ഇതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള വലിയൊരു പരാതിയാണ്. ഓപ്പോസിഷൻ നിൽക്കുന്ന, ഓപ്പോസിഷൻ ഇല്ല, മെയിൻ ഓപ്പോസിഷൻ എല്ലാം ജയിലിലാണെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല, ഉള്ള ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് എല്ലാം ഷെയ്ഖ് ഹസീനയുടെ തന്നെ ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പരാതിയുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ബംഗ്ലാദേശ് എക്കണോമിക്കലി വളരെയധികം പുരോഗമിച്ചു. അവിടെ മാനുഫാക്ചറിങ് പുരോഗമിച്ചു, അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് പലതും പുരോഗമിച്ചു. പക്ഷെ അപ്പോഴും ബംഗ്ലാദേശിൽ ഒരു പ്രശ്നമുണ്ട്, അൺഎംപ്ലോയ്മെന്റ് അവിടെ പ്രശ്നമാണ്, എംപ്ലോയ്മെന്റ് ക്രൈസിസ് ഉണ്ട്. ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തിരുന്നു? 2 മില്യൺ 20 ലക്ഷം പുതിയ ജോലി ഓഫർ ചെയ്തിരുന്നു, അത് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു രാജ്യത്ത് യുവതലമുറ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, നല്ല കാര്യം. പക്ഷെ നമ്മുടെ യുവതലമുറയ്ക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ എനർജി അവർ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ. അപ്പം ഇങ്ങനൊരു പോസിബിലിറ്റിയും ഷെയ്ഖ് ഹസീനയോടുള്ള ഒരു എതിർപ്പിന് കാരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഖ് ഹസീന ഡിക്റ്റേറ്റർ ആണോ ഇല്ലയോ എന്നുള്ള ഒരു ഡിബേറ്റിൽ നമ്മൾ കണ്ടത്. ഒരു കാര്യത്തോടെ ഞാൻ പറയുന്നത്, ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് എന്താ? ഞാൻ മുജീബുർ റഹ്മാന്റെ പാർട്ടിയാണ്, ഞാൻ ആവാമി ലീഗാണ്, ആവാമി ലീഗാണ് അല്ലെങ്കിൽ പണ്ടത്തെ മുക്തിവാഹിനിയൊക്കെ കൂടെയാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ബംഗ്ലാദേശിലുള്ളത് ജനറേഷൻ ഇസഡ് ആണ്. 2000-ന് ശേഷം ജനിച്ച ഈ ആൾക്കാർക്ക് പഴയ ചരിത്രത്തിനോടുള്ള നൊസ്റ്റാൾജിയ കുറവായിരിക്കും. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആവാമി ലീഗിനോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ സ്നേഹം 2000-ന് ശേഷം ജനിച്ചവർക്ക് ഉണ്ടാവണമെന്നില്ല. അവര് കാണുന്നത് ഒരേ ഒരു റൂളറിനെയാണ്. അവര് ജനിച്ചപ്പോ തൊട്ട് മേജർലി 4 ടേം അടുപ്പിച്ച് ഭരിക്കുന്ന ആരാ? ഷെയ്ഖ് ഹസീനയാണ്. അപ്പൊ ഈ ഡിക്റ്റേറ്ററിയൽ ടെൻഡൻസികളും അവർ കാണുന്നുണ്ട്. അപ്പൊ പലർക്കും ആരോട് എതിർപ്പുണ്ടാവും? ഷെയ്ഖ് ഹസീനയോട് എതിർപ്പുണ്ടാവാം, മുജീബിനോടെയും ആവാമി ലീഗിനോടും ഈ പറയുന്ന പാട്രിയോട്ടിക് ഫീലിംഗ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ഫീലിംഗ് ഇവർക്ക് ഉണ്ടാവില്ല. ഇതിന്റെ ഒരു സിമിലാരിറ്റി നമുക്ക് അമേരിക്കൻ റവല്യൂഷനിൽ കാണാം. അമേരിക്കൻ റവല്യൂഷനിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ മദർലാൻഡ്, മാതൃരാജ്യത്തോട് തന്നെയാണ് അമേരിക്കയിലുള്ള ജനങ്ങൾ എതിർത്തത്. കാരണം ആദ്യ ജനറേഷനുള്ളവർക്ക് ബ്രിട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നു, അവരുടെ ലാൻഡ് അതാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ ജനറേഷൻ വന്നപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ബ്രിട്ടനോടുള്ള പഴയ സ്നേഹവും നൊസ്റ്റാൾജിയും ഇല്ല, അവരുടെ കൾച്ചറും വ്യത്യാസമാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരലല് ഡ്രോ ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ അനാലിസിസ് ഓൺ വെദർ ഷെയ്ഖ് ഹസീന ഇസ് എ ഡിക്റ്റേറ്റർ ഓർ നോട്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഫാക്ടുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ബീങ് പേഷ്യന്റ്. താങ്ക് യു.